ഹായ് ഫ്രണ്ട്സ്, ASP ഓൾ ഇൻ വൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ്. പപ്പായ അഥവാ ഓമയ്ക്ക മെഴുക്കുവരട്ടിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ് പപ്പായയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മെഴുക്കുവരട്ടിക്ക് അരിയുന്നത് പോലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാവുന്നതാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞു കുട്ടികൾ വരെ ഇത് കഴിച്ചോളും. എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി എരിവൊന്ന് കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കാവുന്നതാണ്. ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്കൊരു മീഡിയം സൈസ് സവാള നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഇതൊക്കെയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ പപ്പായ വെന്തിട്ടുണ്ട്. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, സവാള, ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾക്ക് ഇച്ചിരി ഗരം മസാല, ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വെക്കാം. അത് ആ ഉള്ളിക്കകത്തൊക്കെ ഒന്ന് കടന്ന് ഒന്ന് ചൂടാവട്ടെ. അങ്ങനെ നമ്മുടെ പപ്പായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം.